എനിക്ക് സങ്കടമാണ്, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അത്ര ഭാരമാണ്, ഒന്നിലും എനിക്ക് താല്പര്യമില്ല, ആൾക്കാരെ എനിക്ക് വിശ്വാസമില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ല. ഇങ്ങനെ വളരെ അംബിഗ്വിറ്റിയിൽ, വളരെ കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള I3 തെറാപ്പീസിനെ കുറിച്ച് പറയട്ടെ. 3 I തെറാപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന, നമ്മളുടെ ഒരു ഇന്നർ ചൈൽഡിൽ നമ്മൾ സൂക്ഷിക്കുന്ന ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, കുട്ടിക്കാലം മുതൽ നമ്മൾ കൂടെ കൊണ്ടുവരുന്ന, ക്യാരി ചെയ്യുന്ന വേദനകൾ, സങ്കടം, ഫ്രസ്ട്രേഷൻസ്, ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഫീലിംഗ്, റിജക്ഷൻ, നിരാകരണം, ഇതുപോലെ പെയിൻഫുൾ ആയിട്ടുള്ള ഈവൻസ്, നമ്മളെ മറ്റുള്ളവർ പണിഷ് ചെയ്തത്, ഈവൻ കളിയാക്കിയത്, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ നാണം കെടുത്തിയത്, ഇങ്ങനെ കുറേ ഇൻസിഡൻറ്റ്സ്, നമ്മളെ ചീറ്റ് ചെയ്തത്, വാക്കുകൾ പറഞ്ഞ് നമ്മളെ പറ്റിച്ചത്, ഇത്തരത്തിൽ ഒരുപാട് വേദനകളെ, സ്ട്രെസ്സിനെ നമ്മളിങ്ങനെ ഉള്ളിൽ, നമ്മളുടെ ഒരു ആന്തരിക ശിശു അത് കരഞ്ഞും നിലവിളിച്ചും വിമ്മിഷ്ടപ്പെട്ടും ഭയങ്കര ബുദ്ധിമുട്ടിയും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, ചെറിയ ചെറിയ ചില സങ്കടങ്ങൾ പോലും നമ്മെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള I3 തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഹീൽ ചെയ്യുന്ന, അതായത് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി നേടിത്തരുന്ന ഒരു സൈക്കോളജിക്കൽ വേ ഓഫ് ഡീലിംഗ് വിത്ത് പ്രോബ്ലംസ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സൈക്കോളജിക്കൽ ടൂളാണ് തെറപ്പി. എപ്പോഴും നമ്മളുടെ ഇന്നർ പെയിനെ അഡ്രസ്സ് ചെയ്യുകയും നമ്മൾ ട്രാപ്പിലായിരിക്കുന്ന ഇമോഷണൽ ഇഷ്യൂസിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും ചെയ്യും. I3 തെറപ്പിയിലെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഒന്നാമത്തെ അഫർമേഷൻ ഞാൻ പറയട്ടെ. I am good. നിങ്ങൾ ഒരിടത്ത് സമാധാനമായിട്ടിരുന്ന് നന്നായിട്ട് ലങ് ഫില്ലിംഗ് ബ്രെത്ത് ഉള്ളിലേക്കെടുത്ത് റിലാക്സ് ചെയ്തിട്ട് റിപ്പീറ്റ് ദറ്റ് അഫർമേഷൻ, I am good. എപ്പോഴാണ് നമ്മൾ വിഷാദത്തിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ വിഷാദത്തിൻ്റെ ചിന്തകൾ വരുമ്പോഴാണ്. അതായത് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം, ഇങ്ങനെ നമ്മൾക്ക് വിഷാദത്തിൻ്റെ ചിന്തകൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ മൂടിയായി പോകും. റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാൻ പോലും ധൈര്യമില്ല, അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് തോന്നും. അപ്പോൾ അവിടെ അവനവനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല സെൽഫ് ഇമേജ്, ഒരു സെൽഫ് ലവിൽ നിന്നുണ്ടാകുന്ന സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ജസ്റ്റ് ടേക്ക് എ ലങ് ഫില്ലിംഗ് ബ്രെത്ത്, റിലീസ് ഇറ്റ്, ബി അവെയർ അബൌട്ട് യുവർ ഫീലിങ്സ്, തോട്ട്സ്, ചിന്തകളെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും ഒക്കെ അവെയർ ആവണം. I am good എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സാധനം, ഞാൻ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാവുമോ എന്നൊരു ചോദ്യം വരും. ഉള്ളിൽ നിന്നും എത്ര നല്ലതാണ് എന്നൊരു ചോദ്യം വരാം. അപ്പോൾ ഒട്ടും സംശയിക്കേണ്ട, ഒരു മറുപടി കൊടുക്കണം, 100% ഗുഡ്, 100% ഗുഡ്. എത്രയോ പേരെ നമ്മൾ വളരെ പ്ലാസ്റ്റിക് സ്റ്റോക്സ് കൊടുത്തിരിക്കുന്നു, ഒന്നുമില്ലാത്തവരെ ഭയങ്കര നന്നായി, വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മോട് തന്നെ അത് പറയാൻ മടി തോന്നരുത്. എത്രയോ കാര്യങ്ങളിൽ നല്ല സ്കിൽഡായിരിക്കും നമ്മൾ, എത്ര നന്മയുള്ളവരായിരിക്കും ഉള്ളിൽ ഒരുപാട് കടലോളം സ്നേഹമുള്ളവരായിരിക്കും, വേറൊരാൾ മോശമായി കാണാൻ ആഗ്രഹിക്കാത്തവരായിരിക്കും, ഒരാളോടും കള്ളം പറയാതെയും ചീറ്റ് ചെയ്യാതെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും, പ്രൊഫഷണൽ എക്സലൻസ് ഉള്ള ആളായിരിക്കും. പക്ഷേ എവിടേക്കോ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളിലുള്ള ആ വലിയ എനർജിയെ ചോർത്തി കളഞ്ഞിട്ടുണ്ടാവും, ജീവിതത്തെ വലിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളെ നമ്മൾ ആരോടും പറയാതെയും വെന്റിലേറ്റ് ചെയ്യാതെയും ഉള്ളിൽ ഒളിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഭാരം കൂടി മറ്റു അസുഖങ്ങളിലേക്കും ക്ഷീണാവസ്ഥയിലേക്കും കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ നല്ലതാണ് എന്ന് പറയാനുള്ള ആത്മധൈര്യം ഉണ്ടാവുക, അത് ഫീൽ ചെയ്യുക. ഞാൻ നല്ലതാണെന്ന് പറയുമ്പോൾ അത് ഫീൽ ചെയ്യുക. I am good. എത്ര നല്ലതെന്ന് ചോദിച്ചാൽ 100% നല്ലത്.
മറ്റൊരാളോട് കമ്പയർ ചെയ്യുന്നില്ല. കാരണം നമ്മളെപ്പോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ആരുമായിട്ടും കമ്പയർ ചെയ്യുന്നില്ല. ഞാൻ എക്സലൻ്റ് ആണെന്ന് പറയാൻ മടിക്കരുത്. ഐ ആം എക്സലൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്, സന്തോഷമുണ്ട്. ആ എനർജിയിൽ നമ്മുടെ എനർജി ലെവൽ ഹൈ ആകുമ്പോൾ എത്ര വലിയ വെല്ലുവിളികളെയും നമ്മൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. എത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള മനുഷ്യരെയും നമുക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ട് നോക്കിക്കാണാൻ പറ്റും, ഇമോഷണലി കണക്റ്റായി പെയിൻ എടുക്കാതെ. എത്ര വലിയ നഷ്ടങ്ങളെയും ഇറ്റ്സ് ഓക്കേ നമുക്കതിങ്ങനെ സ്വീകരിക്കാൻ പറ്റും. എത്ര വലിയ തോൽവികളെയും ഒരു ചിരിയോടുകൂടി അത് അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും, മൂവ് ഓൺ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഐ തെറപ്പി ഈസ് ഐ ആം ഗുഡ്. എത്ര ഗുഡ് എന്ന് ചോദിച്ചാൽ 100% ഐ ആം എക്സലൻറ്റ്. ഓക്കെ. രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് ഐ ഡിഡ് മൈ ബെസ്റ്റ്. ഇത്രയും കാലം എന്ത് ചെയ്തു, എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിയില്ല, ഒക്കെ മിസ്റ്റേക്സ് ആയിരുന്നു, കുറേ പേര് എന്നെ ചീറ്റ് ചെയ്തു, സ്നേഹം കൊണ്ട് ഉള്ള മുറിവുകളെ ഉണങ്ങാതെ കൊണ്ട് നടക്കുന്നവർ. അവിടെ ആ ആംഗിളിൽ നിന്ന് നഷ്ടങ്ങളുടെ കണക്കെടുക്കുന്നതിന് പകരം നമ്മുടെ ഇല്ലായ്മകളിലേക്ക്, നമുക്ക് വന്ന കുറവുകളിലേക്ക്, മറ്റുള്ളവർ നമുക്ക് തന്ന വേദനകളിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഐ ഡിഡ് മൈ ലെവൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഞാൻ എൻ്റെ 100% ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ബെസ്റ്റാണ് ഞാൻ കൊടുത്തത്. എപ്പോഴും സങ്കടങ്ങൾ വരുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തി ചിന്തിക്കും, എൻ്റെ ഭാഗത്തുനിന്ന് വലിയ മിസ്റ്റേക്ക് വന്നതുകൊണ്ടായിരിക്കും. ആ ഗിൽറ്റ് ഫീലിംഗ് തരാൻ വേണ്ടിയിട്ട് ലോകം മത്സരിക്കുകയും ചെയ്യും. നിൻ്റെ കുഴപ്പം കൊണ്ടാണ്, നീ അങ്ങനെ ആയതുകൊണ്ടാണ്. എത്ര നമ്മളെക്കുറിച്ച് ഉറപ്പുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ആടിപ്പോവും. പക്ഷേ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമമാണ് നമ്മൾ ചെയ്തത് എന്ന് ട്രസ്റ്റ് ചെയ്യണം.